അയൽവാസിയുടെ ഭീഷണിയെ തുടർന്ന് പറവൂർ കോട്ടുവള്ളിയിൽ വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭീഷണിപ്പെടുത്തിയ ബിന്ദുവിനും പ്രദീപ് കുമാറിനുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം. വട്ടിപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്നാണ് വീട്ടമ്മ ആത്മഹത്യ ചെയ്തത്. മരിച്ച ആശയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ പോകുന്നത്. ഒളിവിൽ പോയ ബിന്ദുവിനെയും പ്രദീപ് കുമാറിനെയും കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഭീഷണിപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനായ പ്രദീപ് കുമാർ വരാപ്പുഴ ഉരുട്ടി കൊലപാതക കേസിൽ കൈക്കൂലി മേടിച്ചതിന് നടപടി നേരിട്ടയാളുമാണ്. അതേസമയം മരിച്ച ആശാ ബെന്നിയെ ഇരുവരും ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് കുടുംബങ്ങളിൽ ഇനിയാണ് പ്രശ്നം വഷളാകാൻ പോണത്. പിന്നെ നീ 10 ലക്ഷം രൂപയാണ് ആശാ ബെന്നി വാങ്ങിയിരുന്നത് ബിന്ദുവിൽ നിന്ന്. എന്നാൽ ഇത് ഇരട്ടിയിലധികം തിരിച്ചു കൊടുത്തു എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉള്ളത്. എന്നിട്ടും ഭീഷണി തുടരുകയായിരുന്നു എന്നാണ്. 30 ലക്ഷത്തോളം രൂപ തിരിച്ചു നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തും. പണം കടം കൊടുത്ത ബിന്ദുവിനും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥനായ പ്രദീപ് കുമാറിനും എതിരെ. പ്രദീപ് കുമാറും ബിന്ദുവും ചേർന്നാണ് ഭീഷണിപ്പെടുത്തിയത്. തുടർച്ചയായുള്ള ഭീഷണി കാരണം ആശാ ബെന്നി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. നേരത്തെ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ഒരാഴ്ച മുമ്പ് ശ്രമം നടത്തിയിരുന്നു. ഇക്കാര്യവും ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ട്. തുടർച്ചയായിട്ടുള്ള ഭീഷണി വരുന്നു. പണം തിരികെ നൽകിയില്ലെങ്കിൽ കുടുംബത്തെ കള്ളക്കേസിൽ കൊടുക്കുമെന്നുള്ള ഭീഷണി. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഒത്തുതീർപ്പുണ്ടായതാണ്. പക്ഷേ അതിനുശേഷവും ഭീഷണി തുടർന്നുവെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ആശാ ബെന്നിയുടെ കുടുംബവും ഇക്കാര്യം പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, ഇക്കാര്യത്തിൽ പ്രദീപ് കുമാർ പോലീസിലാണ്. അതുമാത്രമല്ല, വരാപ്പുഴ ഉരുട്ടി കൊലക്കേസിൽ ആ സമയത്ത് നടപടി നേരിട്ടയാളാണ് എന്ന വിവരവും ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ. ഈ പ്രദീപ് കുമാറും ബിന്ദുവും ചേർന്ന് തുടർച്ചയായിട്ട് ആശാ ബെന്നിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുള്ള തെളിവുകൾ എന്തെല്ലാമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ ഒത്തുതീർപ്പ് വ്യവസ്ഥ അതെന്തായിരുന്നു? നമ്മളിപ്പോൾ കണ്ട 2 ദൃശ്യങ്ങൾ, അതിൽ ഒന്ന് ഇവരുടെ വീട്ടിൽ വെച്ച് ഈ പ്രദീപും ഭാര്യ ബിന്ദുവും ചേർന്ന് ആശയുടെ വീട്ടിന് മുന്നിലെത്തുകയും അവരെ അസഭ്യം പറയുകയും അവരുടെ മകനെ അടക്കം കള്ളക്കേസിൽ കൊടുക്കുമെന്നും പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു അതിലൊന്ന്. മറ്റൊന്ന്, ഈ ഇവരുടെ ഭീഷണിയെ തുടർന്ന് ആശയും കുടുംബവും ആദ്യം ആലുവ റൂറൽ SP പരാതി നൽകുന്നു. റൂറൽ SP ആ പരാതി പറവൂർ പോലീസിന് കൈമാറുന്നു. ഇരു കുടുംബങ്ങളെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇതിന്റെ കാര്യവിവരങ്ങളൊക്കെ അന്വേഷിച്ച ശേഷം ഇതൊരു സിവിൽ കേസായിട്ട് തന്നെ മുന്നോട്ട് പോവുക. കാരണം ഇത് പലിശയ്ക്ക് കടം കൊടുത്ത സംഭവമാണ്. കൃത്യമായിട്ടുള്ള രേഖകൾ ഇരുവരുടെയും കയ്യിലില്ല. 10 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നത്, ഈ ബിന്ദു ആശയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നത് അത് കയ്യിൽ ആണ് കൊടുത്തത്, അക്കൗണ്ട് വഴിയല്ല. ആശ 30 ലക്ഷത്തിലധികം രൂപ തിരിച്ചു നൽകിയെന്ന് പറയുന്നതും കയ്യിൽ കൊടുത്തുവാണ്. പക്ഷേ ഈ അക്കൗണ്ടിലൊന്നും അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നുമില്ല. പോലീസ് ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം പറഞ്ഞത്, ഇനി സിവിൽ കേസുമായി നിങ്ങൾ കോടതിയിലേക്ക് മൂവ് ചെയ്തോളൂ, സിവിൽ കേസുമായി തന്നെ ഇത് മുന്നോട്ട് പോകുക എന്നൊരു നിർദ്ദേശം 2 കുടുംബത്തിനും നൽകുകയും ചെയ്തു. അതിന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ബിന്ദു ആശയുടെ കുടുംബത്തെ ഇത്തരത്തിൽ സംസാരിക്കുന്നത്. നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല, സുപ്രീം കോടതി വരെ പോയാലും ഈ കേസുമായി മുന്നോട്ട് പോകും എന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ 2 ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ബിന്ദുവിന്റെ രാവിലെ നമ്മൾ ആശയുടെ വീട്ടിലേക്ക് പോയിരുന്നു. ആശയുടെ കുടുംബവും പറയുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ്. 10 ലക്ഷം രൂപയാണ് ആശ ബിന്ദുവിൽ നിന്നും കടം വാങ്ങിയത്. അത് 25 ലക്ഷത്തിലധികം രൂപ തിരികെ നൽകുകയും ചെയ്തു. ഇതിലൊന്നും കൃത്യമായിട്ടുള്ള കണക്കുകളില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി സൂചിപ്പിക്കേണ്ടത്. ഒപ്പം തന്നെ ഈ പോലീസ് പറയുന്നത് പ്രകാരം ബിന്ദുവിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ കുറച്ചു തുക 1000-2000 രൂപയായി പല ഘട്ടങ്ങളിലായി അക്കൗണ്ടിൽ ത്രൂ
നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ 30 ലക്ഷത്തിലേക്ക് കണക്കെത്തുന്നതുമില്ല. എങ്ങനെയാണ് ഇത്രയും ബിന്ദു ആശ മറ്റ് ജോലികളൊന്നും തന്നെ ഇല്ലാത്ത വ്യക്തിയാണ്. ചെറിയ തുണിക്കച്ചവടം, തുണി ഹോൾസെയിലായിട്ട് എടുത്ത് അടുത്തുള്ള അയൽക്കാർക്കും അങ്ങനെ ചെറുതായിട്ട് വിൽക്കുന്ന ഒരു ജോലി മാത്രമാണ് ആശയ്ക്കുള്ളത്. പിന്നീട് കൊന്ത കച്ചവടവും നടത്തുന്നുണ്ട്. അപ്പോൾ അത്രയും വരുമാനം മാത്രമുള്ള ഒരു യുവതി, ഒരു വീട്ടമ്മ എങ്ങനെയാണ് 30 ലക്ഷത്തിലധികം രൂപ ഈ കടം വാങ്ങിയ ആളുകളിലേക്ക് തിരികെ ഇക്കാര്യത്തിൽ ആശാബെന്നിയുടെ വീട്ടുകാർ എന്താണ് പറയുന്നത്? ഭർത്താവ് ഇക്കാര്യത്തിൽ വീട്ടുകാർ കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ ഒരു സാമ്പത്തിക ഇടപാട് നടന്നത് ബിന്ദുവുമായിട്ടും പ്രദീപ് കുമാറുമായിട്ടും? അതേക്കുറിച്ച് എന്താണ് പറയുന്നത് ആശാബെന്നിയുടെ കുടുംബം? മനുഷ്യ ആശ കഴിഞ്ഞ ആഴ്ച ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അപ്പോഴാണ് കുടുംബം ഇക്കാര്യം അറിയുന്നത്. എന്തിനാണ് ആശ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്ന് ചോദിക്കുമ്പോഴാണ് ബിന്ദുവിൽ നിന്നും 10 ലക്ഷം രൂപ കടം വാങ്ങി അത് പലിശ അടക്കം പല തവണയായി നൽകിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും പണം ആവശ്യപ്പെടുന്നുണ്ട്, ഇത് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതിൽ മനം നൊന്താണ് താൻ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് ആശ തന്റെ ഭർത്താവിനോടും മക്കളോടും പറയുന്നു. 2 മക്കളാണുള്ളത്, മക്കളോടും പറയുന്നു. പിന്നീടാണ് ഈ ബിന്ദുവിനെയും പ്രദീപ് കുമാറിനെയും നേരിട്ട് പോയി കാണുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയും ചെയ്തത്. അപ്പോഴും ബിന്ദു പറയുന്നത് കൂടുതൽ തുക നൽകണം, ഈ 30 ലക്ഷമല്ല, പലിശ ഇരട്ടിയായിട്ടുണ്ട്, ഘട്ടം ഘട്ടമായിട്ടാണ് ആശ പണം തിരികെ നൽകിയത്, അതുകൊണ്ട് പലിശ കൂടി തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നതായിരുന്നു. പിന്നീടാണ് ഇവർ കേസുമായി മുന്നോട്ട് പോവുകയും ഈ ഭീഷണിയും ഒക്കെ പിന്നീട് വരികയും ഒക്കെ ചെയ്തത്. കുടുംബത്തിനും ഇക്കാര്യം മാത്രമേ അറിയുള്ളൂ. പക്ഷെ എന്തിനാണ് ആശ ബിന്ദുവിൽ നിന്നും ഇത്രയും വലിയ തുക കടം വാങ്ങിയതെന്ന് ഇപ്പോഴും കുടുംബത്തിന് വ്യക്തമല്ല. അല്ലെങ്കിൽ 30 ലക്ഷം രൂപ എങ്ങനെയാണ് ആശ ബിന്ദുവിന് തിരികെ നൽകിയതെന്നതിനും കുടുംബത്തിന് കൃത്യമായിട്ടുള്ള കണക്കുകളില്ല. പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തൊരു വീട്ടമ്മ കൂടിയാണ് ബിന്ദു ആശ. അപ്പോൾ ഇത്രയും വലിയ തുക എങ്ങനെയാണ് ആശയ്ക്ക് ബിന്ദുവിന് തിരികെ നൽകാൻ കഴിയുക എന്ന ചോദ്യം ഇവിടെ ബാക്കിയാകുന്നുണ്ട്. പോലീസിന്റെ സംശയം ഇങ്ങനെ തന്നെയാണ്. ഈ പ്രദീപ് കുമാറിന്റെ ഒരു പശ്ചാത്തലം കൂടി പരിശോധിച്ചാൽ വരാപ്പുഴയിലെ പോലീസ് ഡ്രൈവറായിരുന്നു. ഈ വരാപ്പുഴ ഏറ്റവും പ്രശസ്തമായിട്ട് 2018 നടന്ന ശ്രീജിത്തിന്റെ ഉരുട്ടിക്കൊലപാതകം നമ്മളെല്ലാം വാർത്തയാക്കിയ ഒരു സംഭവമായിരുന്നു. ആ സമയത്ത് അവിടെ ഡ്രൈവറായി, വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു പ്രദീപ്. ഈ ശ്രീജിത്തിന്റെ ഭാര്യയും അച്ഛനും അവിടെ വന്ന സമയത്ത് ഇങ്ങനെ സംഭവം നടന്നു എന്ന് അറിഞ്ഞ് അവിടെ വരുമ്പോൾ ശ്രീജിത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പോലീസുകാരോട് സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രദീപ് ഈ ഭാര്യയോട് 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. 25 ലക്ഷം രൂപ നൽകിയാൽ മാത്രമേ ആശുപത്രിയിലേക്ക് ശ്രീജിത്തിനെ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ ഭാര്യ 10,000 രൂപ, ക്ഷമിക്കണം, 25 ലക്ഷം അല്ല, 25,000 രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിൽ 10,000 രൂപ ഭാര്യയെ സംഘടിപ്പിച്ച് പ്രദീപിന് കൊടുക്കുകയും ചെയ്തു. പിന്നീട് അത് വലിയ പരാതിയായി ഉയർന്നു വരികയും സസ്പെൻഷൻ, ആരോപണ വിധേയനായിട്ടുള്ള ഇയാളെ സസ്പെൻഡ് ചെയ്തു. അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കോടതിയിൽ അതിന്റെ വിചാരണ പോലും ആരംഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു പെൻഷൻ പോലും കിട്ടാത്ത ഒരു വ്യക്തിയാണ് പ്രദീപ്. പിന്നെ എങ്ങനെയാണ് പ്രദീപിന് ഇത്രയും വലിയ തുക 10 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇങ്ങനെ പലിശയ്ക്ക് കടം കൊടുക്കാൻ എങ്ങനെയാണ് അവർക്ക് ഇത്രയും വലിയ പണം വരുന്നത്?